നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പടച്ചോനെ, ദുനിയാവിൽ ആർക്കും ഈ ഒരു ഗതികേട് വരുത്തരുതേ. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇനി ജീവിക്കേണ്ടത്? മുന്നോട്ട് പോകാൻ എനിക്ക് എന്ത് പ്രതീക്ഷയാണ് ഉള്ളത്? ദമാമിൽ അലമുറയിട്ട് കരയുകയാണ് പിതാവ് റഹീം. അദ്ദേഹത്തിന് കാവലിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്തെങ്കിലും തെറ്റായ തീരുമാനം അദ്ദേഹം എടുക്കുമോ എന്നുള്ളൊരു ഭയമാണ് സുഹൃത്തുക്കളെയും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട്ടിൽ ക്രൂര കൊലപാതകം നടത്തിയ അഫാന്റെ പിതാവ് റഹീമിന് നാട്ടിലേക്ക് വരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ദമാമിൽ കുടുങ്ങിയിരിക്കുന്നത്. അവസാനമായി തൻ്റെ വേണ്ടപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ മറ്റൊരു ചോദ്യവും കൂടി ഉയരുന്നത് അദ്ദേഹം എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരെ കാണും എന്നുള്ളതാണ്. മുഖവും തലയുമെല്ലാം ക്രൂരമായി ആക്രമിച്ചായിരുന്നു മകൻ തൻ്റെ ബന്ധുക്കളെയും സഹോദരനെയും ഉമ്മയെയും ഒക്കെ ആക്രമിച്ചത്. മുഖം പോലും വികൃതമാക്കുന്ന രീതിയിലുള്ള ഒരാക്രമണം. ആ മുഖങ്ങളിലേക്ക് നോക്കാൻ റഹീമിന് എങ്ങനെ കഴിയും എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. പ്രവാസം നൽകിയ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിനിടെയാണ് നാട്ടിൽ നിന്ന് ദുരന്ത വാർത്ത വെള്ളിടി കണക്കെ റഹീമിനെ തേടിയെത്തിയത്. ഇനി ആർക്കും ഈ ഗതി വരരുത് എന്ന് അദ്ദേഹം വിതുമ്പുകയാണ്. മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തണമെന്നും റഹീം അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇക്കാമ പുതുക്കലുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിലാണ് ഇപ്പോൾ റഹീം ഉള്ളത്. പ്രതീക്ഷകളറ്റ ഒരു മനുഷ്യനെയാണ് ദമാമിൽ കാണാൻ കഴിയുന്നത്. തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് അദ്ദേഹം വർഷങ്ങളായി വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നാൽ ഇനി എന്താണ് ബാക്കിയുള്ളത്? റഹീമിന് മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷയുമായിരുന്നു ആ കുടുംബം. ആ കുടുംബത്തിലെ എല്ലാവരെയുമാണ് അഫാൻ കൊലപ്പെടുത്തിയത്. ഇനി എന്താണ് മുന്നിൽ ഉള്ളത് എന്ന ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കുകയാണ്. ശരിയാണ്, തൻ്റെ സഹോദരങ്ങളെയും അതുപോലെ തന്നെ ഉമ്മയെയും ഭാര്യയെയും തൻ്റെ ഇളയ മകനെയുമാണ് മൂത്ത മകൻ കൊലപ്പെടുത്തിയത്. അവർ മരണപ്പെടുകയും ചെയ്തു. മകൻ ഇനി അഴിക്കുള്ളിൽ കഴിയുകയും ചെയ്യണം. ഇതെല്ലാം ഓർത്ത് നീറിപ്പുകഞ്ഞ് കഴിയേണ്ട ദുരിതമാണ് ഈ മനുഷ്യന് ഉണ്ടായിരിക്കുന്നത്. അതിനെയെല്ലാം എങ്ങനെ അദ്ദേഹം മറികടക്കും എന്നുള്ള ചോദ്യവും ശക്തമാണ്. അഫാൻ പെട്ടെന്നുണ്ടായ വൈരാഗ്യത്തിൽ കൊന്നതല്ല ഇവരെയൊന്നും. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. 23-കാരൻ ഇത്രത്തോളം ക്രൂരത എങ്ങനെ ചെയ്യും? മനഃശാസ്ത്ര വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് തൻ്റെ അച്ഛൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയതോടെ ഒരു സൈക്കോ മനോഭാവത്തിലേക്ക് അഫാൻ എത്തിയിരിക്കാം എന്നാണ്. സ്വബോധമുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്വബോധത്തിലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയ ക്രൂരത എല്ലാവരോടും ചെയ്യാൻ, അതും പ്ലാനിംഗ് ആയിട്ട് ഇത്ര സമയങ്ങൾക്കുള്ളിൽ കണക്ക് കൂട്ടി ഇത്ര വലിയ കൃത്യം നടപ്പാക്കാൻ അഫാന് കഴിയില്ല. തൻ്റെ ഉമ്മുമ്മയെ കൊന്നതിന് ശേഷം, ആ രക്തം കണ്ടതിന് ശേഷം ഒരു സൈക്കോയുടെ ലെവലിലേക്ക് അഫാൻ ഇറങ്ങി ചെന്നിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചിലർ ഉയർത്തിവിടുന്ന വാദങ്ങൾ. അഫാൻ എല്ലാം ചെയ്തത് പ്രൊഫഷണൽ കില്ലറെ പോലെയാണ്. ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാത്തത് പ്രധാന കാരണമാണെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട്. അഫാൻ അക്രമവാസനയുള്ള ആളായിരുന്നില്ല എന്ന് DK മുരളി MLA പ്രതികരിച്ചിട്ടുണ്ട്. അഫാന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായും വിവരങ്ങളുണ്ട്. ഇടയ്ക്ക് പ്രതി മാതാവ് ഷെമിയുമായി വഴക്ക് കൂടാറുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞതായും MLA വിശദീകരിച്ചിട്ടുണ്ട്. സമയമെടുത്താണ് ഓരോ കൊലപാതകവും പ്രതി നടത്തിയിരിക്കുന്നത്. ഇതൊന്നും പ്രതിയുടെ മനസ്സിന് മാറ്റമുണ്ടാക്കിയിട്ടില്ല. അഫാൻ ആരുമറിയാതെ ലഹരി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും DK മുരളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ കില്ലർ ചെയ്യുന്നത് പോലെയാണ് അഫാൻ എല്ലാം ചെയ്തത്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് 23-കാരൻ മാറുക എന്നത് പഠന വിഷയമാക്കേണ്ടതാണെന്നും DK മുരളി MLA പറയുന്നു. മകനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വിങ്ങിപ്പൊട്ടുകയാണ് റഹീം എന്ന പിതാവ്. 2.5 വർഷത്തോളമായി റഹീമിന് മുൻപിൽ നാട്ടിൽ പോകാനുള്ള വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ്. എല്ലാം ശരിയാക്കി ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം വേണമെന്നും കടങ്ങൾ തീർത്ത് പുതുജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് അദ്ദേഹത്തെ പിടിച്ചുലയ്ക്കുന്ന വാർത്ത നാട്ടിൽ നിന്ന് വന്നത്. പ്രതി അഫാൻ വീട്ടിൽ ഇടയ്ക്കിടെ വരുമായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സൽമ ബീവിയുടെ മകൻ ബദറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് 4 ദിവസം മുൻപ് അഫാൻ വീട്ടിൽ വന്നിരുന്നുവെന്നും സൽമ ബീവിയോട് മാല ചോദിച്ചിരുന്നുവെന്നും ബദറുദ്ദീൻ പ്രതികരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ മാത്രം എന്ത് വൈരാഗ്യമാണ് പ്രതിക്കുള്ളതെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉമ്മയോട് സ്വർണം ചോദിക്കുന്നത് പതിവായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിനും കാണാനും വേണ്ടി അഫാൻ ഇവിടെ വരാറുണ്ട്.
മരണത്തിന് 4 ദിവസം മുൻപേ അഫാൻ വീട്ടിൽ വന്നിരുന്നു. സ്വർണം ചോദിച്ചിരുന്നു. ഇളയ അനിയന് ഫീസ് അടയ്ക്കണം, പൈസ ഇല്ല, കഴുത്തിൽ കിടക്കുന്ന മാല തരൂ ഉമ്മച്ചിയെന്നും പണയം വെച്ച് ഫീസ് അടയ്ക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. പിന്നെ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഇരുന്നത്. ചെറിയ മാലയായിരുന്നു ചോദിച്ചത്. 1 വർഷം മുൻപ് മോതിരം കൊടുത്തിരുന്നു. എന്നാൽ മാല കൊടുത്തില്ല. അവരുടെ മരണത്തിന് എന്തെങ്കിലും ചെലവാക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. വിറ്റ് ചെലവാക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തരില്ല എന്ന് സൽമ ബീവി പറഞ്ഞിരുന്നു. അന്ന് മിണ്ടാതെ അഫാൻ ഇറങ്ങിപ്പോയി. അതിനിടയ്ക്ക് പണമൊന്നും ചോദിച്ചില്ല എന്നും ബദറുദ്ദീൻ പറയുന്നു. ലത്തീഫിനോട് പണം ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. 1.5 ലക്ഷം രൂപയാണ് കൊടുത്തത്. അഫാന്റെ മാതാവാണ് പണം വാങ്ങിച്ചത്. 1.5 വർഷത്തോളമായി ഈ സംഭവം നടന്നിട്ടെന്ന് ബദറുദ്ദീൻ പറയുന്നു. ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ക്രൂര കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഈ 23-കാരനെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. കുടുംബക്കാരോടുള്ള പകയും അതുപോലെ തന്നെ പ്രണയം എതിർത്തതും എല്ലാം പോലീസ് കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് അഫാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നുള്ള അന്വേഷണവും പോലീസ് ശക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.